സത്യം പറഞ്ഞ വീട് കണ്ട് ഞാൻ ഞെട്ടി. എങ്ങനെങ്കിലും പോകണമെന്നുള്ളതാണ്. കാരണം വെച്ചാല് ഇടി മലയുടെ മുകളിലായിട്ട് നിൽക്കും പോലെ തോന്നും. മരങ്ങൾക്ക് മുകളിലാണ് ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. 2 ദിവസം രാത്രി അവിടെ നിൽക്കാം. ഒരു ദിവസം പകൽ ഇവിടെ നിന്ന് പോകുന്നു, ഒരു ദിവസം രാത്രി, അടുത്ത ദിവസം രാത്രി. ഒരു ദിവസം നമുക്ക് ട്രക്കിങ്ങിനും പോവാം. പൊളി വെച്ചാൽ പൊളി ഉച്ചയുടെ മൊത്തം 4 ദിവസം. ഒരു ദിവസം എവിടെയെങ്കിലും കൊണ്ടുപോകേട്ടാ ഈ വെക്കേഷന്? ഈ തമാശ പറഞ്ഞാൽ ഈ സ്വരൂപത്തോടെ കാര്യങ്ങൾ മലയിലും അവിടെ എവിടെയെങ്കിലും പോകണ്ടേ? ഇവിടെ എവിടെയെങ്കിലും ഈ അടുത്തെവിടെയെങ്കിലും എങ്കിലും കൊണ്ടുപോകും. എടി എന്തായാലും പോകണ്ട. ഒരു 4 ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ പുള്ളി നമുക്ക് ഡിസ്കൗണ്ട് തരും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നേ. സ്വരൂപയുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കും. ഞാൻ കണ്ടപ്പോൾ തന്നെ ചേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവരും കൂടെ കൂട്ടി പോവാം. ഉറപ്പാണേ? ഉറപ്പ്. ഇത്തവണ മാറ്റമില്ലെന്ന്. ഞാൻ സാറിൻ്റെ അടുത്ത് സ്പെഷ്യൽ പെർമിഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ആദ്യം പോയിട്ട് സാറിനോട് ഒരു ഡിസ്കൗണ്ട് ഒക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. സാറ് ഒരു കാര്യം നോക്കട്ടെ, വെക്കേഷൻ തുടങ്ങിയല്ലോ, നീ പോവാലോ. എല്ലാവരും ഇനി അതിന്റെ ട്രൂ. ഞാൻ പിള്ളേരോടൊന്നും പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞിട്ട് അവർക്ക് ആശ കൊടുത്തിട്ട് സമയമാകുമ്പോ നടക്കുന്നില്ലെന്ന് പറഞ്ഞ എന്തിനാ? നീ ഇപ്രാവശ്യം ഉറപ്പിച്ച് പറഞ്ഞോ? കനകനാണ് പറയുന്നത്. സത്യം? സത്യം. പ്രോമിസ്. ഇത് മുഖം വല്ലാതിരിക്കണ കുഞ്ഞേ. ഒന്നും കഴിച്ചില്ലേ? നമ്മുടെ ഡാഡി അമ്മയെ ഭയങ്കര വഴക്ക്. റൊണാൾഡോ അവൻ പറഞ്ഞിട്ട് പോലും കേൾക്കണില്ല. വീണ്ടും തുടങ്ങിയടേ. ഇത് വലിയ കഷ്ടം തന്നെ നല്ലതാണ്. പിന്നെ എന്റെ പെങ്ങള് വെച്ചിട്ടാണോ? ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഭയങ്കര വഴക്കാണോടാ? അയ്യേ കുഞ്ഞ് വിഷമിക്കല്ലേ, അവര് വെറുതെ തമാശക്ക് വഴക്കടിക്കുന്നല്ലേ. കുഴപ്പമില്ല, വലിയ കഷ്ടം തന്നെ നല്ല. ആ നാളെ ഇതിന്റെ രണ്ടും കൊച്ചിനും പോയി കിടന്ന് വഴക്കടി. ഞാനത് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. 2000 രൂപയുടെ കാര്യമുള്ളൂ. നീ വെറുതെ ഈ അടുക്കള പാത്രം കൊണ്ട് ഭർത്താവിനെ അതൊക്കെ വാർത്ത കൊണ്ടിരുന്ന 2000 കൂടെ കാര്യമല്ലേ ഉള്ളൂ. തരുമെന്ന് പറഞ്ഞാൽ 2000 നിങ്ങൾ ഈ 2000 3000 കണക്ക് ഇന്നും തന്നെ തുടങ്ങിയാലല്ലോ. അങ്ങനെ തരാന്ന് പറഞ്ഞു. തരണ്ട. പിന്നെ അത് പറഞ്ഞ പോലെ ഇറങ്ങി രക്ഷപ്പെടണം. ഇല്ല അക്രമാസക്തിയായിട്ടിരിക്കുന്ന ആൾ ഇങ്ങനെയാണ് ഏട്ടാ പറയുന്നത്. എന്തോടെ ഇത്? ഭ്രാന്താണ്. ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ രണ്ടുപേടത്തും പറയാണ് അപ്പുറത്തെ ആൾക്കാർ താമസിക്കണം. നാട്ടുകാരോട് മോശം പറയിപ്പിക്കരുത്. ഈ മനുഷ്യനുണ്ടല്ലോ മടുത്ത്. ഞാൻ മുത്തിന് ഫീസ് അടയ്ക്കാൻ വെച്ച പൈസ എടുത്ത് പൈസ എടുത്ത് എന്തിനാ കൊണ്ടൊന്ന് ചെലവാക്കിയിട്ടുണ്ടാ? നാണമില്ല. ഞാൻ മടുത്ത്. ഞാൻ എവിടെ പോവാ? സ്വന്തം ഭാര്യയുടെ അല്ലേ മോഷിച്ചോളൂ. അത് സ്വന്തം ഭാര്യയുടെ എടുക്കുന്നത് മോഷണമല്ല. അത് തിരിച്ചു കൊടുക്കും. അത് കണക്കുണ്ട്. പിന്നെ ഇത് ഞാനും എന്റെ ഭാര്യയായിട്ടുള്ള പ്രശ്നമാണ്. നീ ഇതിൽ തലയിടണ്ട. കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെന്താണ്? ഈ ബന്ധം ഇവിടെ തീരുവാ. ഇതെന്നും പറയണ പോലെയല്ല. എനിക്കിനി ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റൂല. ഇങ്ങനെ കുടുംബം നശിപ്പിക്കുന്ന ഒരു മനുഷ്യൻ നിനക്ക് ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട. പോ. വേണോടി. ഭർത്താവിനെ കൈ വാങ്ങിയത് കർത്താവിന് പോലും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വേണം നിനക്ക്. വേണം. ഞാൻ പറഞ്ഞു ഇത് ഞാനും എന്റെ ഭാര്യയായിട്ടുള്ള പ്രശ്നം. അത് നീ ഇടപെടണ്ട. നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് പെങ്ങളെ മര്യാദ നിലക്ക് കൊച്ചിന് പൈസ കൊടുക്കാൻ ഫീസ് അത് നീ എടുത്തോണ്ട് പോകണം. നാണക്കേടല്ലടാ. ഒരാവശ്യം വരുമ്പോ ഇനി ഇതിനു വേണ്ടി നമുക്ക് ഒന്നും പറയാനില്ല. ഞാൻ പോവാ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാ. വാടാ. നിങ്ങൾ ഇവിടെ ഒറ്റക്ക് കിടന്ന് നാരിക്കും. നിങ്ങൾ ഇനി നീ എനിക്ക് വേണ്ടി ആരോട് സംസാരിക്കണ്ട. പകുതി പ്രശ്നങ്ങൾ അതോടത്ത്. ഇങ്ങനെ ഒരു മുതലിന് എന്റെ കർത്താവ് ഏത് സമയത്താണ് അതോ എന്റെ നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ടുവരേ. നീ പൈസ മോഷ്ടിക്കുന്നതിനാണ്. നീ എനിക്ക് ആവശ്യം കൊച്ചിന് പൈസ കൊടുക്കാൻ പൈസ ആവശ്യത്തിന് എടുത്ത് തിരിച്ചു കൊടുക്കും. അവിടെ സ്കൂൾ അവിടെ നിന്ന് കാറ്റത്ത് പറന്നൊന്നും പോകില്ല. ഇന്നിപ്പല്ല ഇനി കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. അവള് വാങ്ങിക്കട്ടെ, അടിച്ചു വാങ്ങിക്കട്ടെ. അവള് വരട്ടെ. അഹങ്കാരം. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അഹങ്കാരം പാടില്ല. രാവിലെ കാപ്പി പോലും കുടിക്കുന്നതിനും ഈ വഴക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കുറച്ച് പഴങ്കഞ്ഞിരിപ്പുണ്ട്. അതിലിത്തിരി വിഷം കൂടെ കയറ്റി നിനക്ക് ഞാൻ തരും. തീറ്റ മനുഷ്യൻ നീർന്ന പ്രശ്നം അവന് തീറ്റ.
നീ സ്വസ്ഥമായിട്ട് ഇവിടെ നിൽക്കണുണ്ടല്ലോ. അവിടെ നിന്നെല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലേ? സമാധാനം ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ. ബാക്കിയുള്ള സമാധാനം പോയി കിടക്കും. കൊണ്ടുപോയി അവിടെ തുടങ്ങി. ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇനി വിഷമിച്ചിട്ട് കാര്യം എന്താണ്? അവൻ്റെ സകല ഉടായ്പ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് ഓരോന്ന് വരുത്തി വെച്ചത്. എന്നിട്ട് പിന്നെ ബാക്കി നീ കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമുണ്ട്? വരുത്തി വെച്ചു എന്ന് പറഞ്ഞ് ഇത്രയും കൊല്ലം സഹിച്ചില്ല, ഇനിയും സഹിക്കണോ? എൻ്റെ പൊന്നി ചേച്ചി, പെണ്ണ് ക്ഷമിച്ചാലേ ജീവിതം ഉള്ളൂ. ചേച്ചിക്ക് ഇത്തിരി ക്ഷമിച്ചാലെന്താ? എനിക്കിനി ക്ഷമിക്കാനും പറ്റില്ല, പൊറുക്കാനും പറ്റില്ല. എനിക്ക് ജീവിതവും വേണ്ട. കേട്ടല്ലോ, എനിക്കിനി ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് മതിയായി. ഉറപ്പാണല്ലോ? ആ, ഉറപ്പാ. ഇടി ഒരു അരിശം കൊണ്ട് കരടിച്ചായിട്ട് പിന്നെ രണ്ടരിശം കൊണ്ട് തിരിച്ചു കയറാൻ പറ്റൂല. ചുമ്മാ ആവശ്യമുള്ള ജീവിതം അറിഞ്ഞിട്ട് വന്നാൽ പിന്നെ എന്താ നാളെ ഇറങ്ങി പോകാൻ നോക്ക്. നീ അന്നേരം ഇറങ്ങി വന്നാൽ കുഴപ്പമില്ല. ആ കൊച്ചിനെ വിഷമിപ്പിക്കാതെ ചെല്ലേ ചേച്ചി. ഇപ്പൊ അവൻ വിഷമിച്ചാൽ അതവൻ അങ്ങ് മറന്നോളും. ഇനി ഇതാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ ആ മനുഷ്യനെ കൊല്ലണ്ടി വരും. എനിക്ക് വയ്യ, ഞാൻ പോവില്ല. അമ്മയും അമ്മാവനും വരട്ടെ, ഇതിന്റെ തീരുമാനം എടുക്കണം. എന്നെ പോവാൻ വേണ്ടി ഇവിടെ ആരും നിർബന്ധിച്ചേക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ വരട്ടെ, എല്ലാരും അറിയിക്കും. ആ, നീ ഒന്നുകൂടെ ആലോചിക്കടേ ഇവിടെ. എനിക്ക് ആലോചിക്കാനില്ല കനക, എനിക്ക് മതിയായെന്ന്. ഇല്ലമോളെ, എന്നുണ്ട് ഇല്ലമോളെ, മനുഷ്യന്റെ മുഖം പോലും കാണണ്ട. ഇല്ലമോളെ, അവരോടെ അവിടെ നില്ല, അവിടെ നില്ല. ഇത് എന്റെ വീടാണ്, അവിടെ നില്ല. ഈ വീടിന് അവകാശം സ്ഥാപിക്കാൻ വന്നല്ല ഞാൻ. ലില്ലിമോളെ, തങ്കം മോനോടെ. തങ്കം മോന് നിന്നെ കണ്ട് അകത്തോട്ട് കയറി പോയി. നിന്നെ കാണണ്ട അവർക്ക്. അത് നീയല്ലല്ലോ പറയാനുള്ളത്. അവള് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് എന്റെ അടുത്ത്. അവളെ എന്റെ മുഖത്ത് നോക്കി പറയട്ടെ. നീ വിളിച്ചേ. അവക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലേ? നീ കേട്ടല്ലേ ഇത്? അവക്ക് താല്പര്യം വേണ്ട, കൊച്ചിനെ ഞാൻ വിളിക്കും. നീ കൊച്ചിനെ കാണണം. അത് അവള് പറയട്ടെ. എന്തോ അത് അവള് പറയട്ടെ. നീ ആവശ്യമില്ലാത്ത കാര്യം. ലില്ലിമോളെ, നീ ആ കൊച്ചിനെ അങ്ങോട്ട് വരാൻ പറയും. അവര് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരും. ക്ലീറ്റച്ചേട്ടൻ ചെല്ലേ ചെല്ലേ. വന്നാ അവക്കൊള്ളാന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ പിന്നെ ബാക്കി എന്താന്ന് എനിക്കറിയാം ചെയ്യേണ്ടത്. നീ എന്താണ് ചെയ്യാനുള്ളതൊന്നുമില്ല, എനിക്കറിയാം. ഈ ആവേശമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു വിടാം അവരാ. ചെല്ലേ. ഒന്നാതെ മനസ്സ് തകർന്നു നടക്കണം. അവരോട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. മനസ്സ് തകർത്താരാ? ആര് മനസ്സ് തകർത്തത്? വെറുതെ പെങ്കുച്ചന് കൊടുക്കാണ്ടിരുന്ന ഫീസിന്റെ പൈസ ഉണ്ടായിരുന്നത് അത് മോഷ്ടിക്കേണ്ട കാര്യം ഒരു ഭർത്താവ് നിലയിൽ അവന്. ചേച്ചിയും ബെസ്റ്റാണ്. എപ്പോഴും ക്ലീറ്റോച്ചേട്ടൻ ചോദിക്കാതെ തന്നെ പൈസ എടുത്ത് കൊടുക്കും. എപ്പോഴും അറിയാതെ എടുത്ത്, അത്രേ ഉള്ളൂ. എന്താവും റേഷൻ കടയിൽ നിന്ന് മേടിച്ച ഒരു ശകലം ഗോതമ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. അത് കലക്കി ദോശ ഇട്ടുണ്ട്. കറി വെക്കാൻ കറിവേപ്പില പോലും ഈ വീട്ടിലില്ല. എന്ത് ചെയ്യും? നീ എന്തിനിപ്പോ ഇത്ര കിടന്ന് സാഹസം കാണിക്കണേ? ഇതിപ്പോ ഭക്ഷണമാണോ ഒരു ഇവിടുത്തെ വലിയ പ്രശ്നം? അതൊരു പ്രശ്നമല്ലേ? നീ അപ്പുറത്തെ ലില്ലിയിലൂടെ പോയി അവിടെ നിന്ന് വെച്ച് കഴിക്കാമല്ലോ. എന്തൊരു വർത്താനം മച്ചമ്പി. മച്ചമ്പിയെ പഠിക്ക് പുറത്താക്ക ആ വീട്ടിൽ ഞാൻ കയറി പഠിക്കാനോ? നമ്മളൊന്നുമല്ല, ഒരേ ചോരയല്ലേ, ഒരേ കുടുംബമല്ലേ? മച്ചമ്പി പറഞ്ഞ എനിക്കൂടാ ബാധിക്കുന്നത്. ഇപ്പൊ എന്താണ് നീ ദോശ ഉണ്ടാക്കിയ? എന്റെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. പഞ്ചസാര ഉണ്ടല്ലോ, മതി. അത്രയും വേണ്ട, ഇത്രയും മതി. ഒരു 2 ദോശ തന്നെ അത് മതി. അത് ശാല എടുത്ത ദോശയും പഞ്ചസാരയായിട്ട് കഴിക്കും. വല്യപ്പനോട് ഞാൻ ഇച്ചിരി കറി രഹസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ ആ വായി നോക്കി അവിടെ അങ്ങനെ നിന്ന് കണ്ട പിന്നെ അത് ഇതും പറഞ്ഞ അവെല്ലാം പറഞ്ഞ അവൻ്റെ മുഖത്തെടുത്ത് അടിച്ചു കൊടുത്തിട്ടോ. ഞാനോ? പിന്നെ ഞാനാ? നീയല്ലേ അങ്ങോട്ട് പോണത്? അത് മച്ചമ്പി വായിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. രഹസ്യമായിട്ട് കൊണ്ടുവരാം. വീട്ടിൽ ആ പിന്നെ എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. നിനക്കാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. എനിക്കത് വേണ്ട തന്നെ. എങ്ങാനും അറിഞ്ഞ് ഒരു സഹോദരൻ വന്ന ഇങ്ങനെ സഹോദരന്മാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറേ പെണ്ണുങ്ങൾ കെട്ടിയന്മാരില്ലാതെ വീട്ടിൽ ഇരിക്കും. ഇങ്ങനെയുണ്ടാ? അതും പോയി. ഇറങ്ങണേ. പിന്നെ പിന്നെ ഇത് ചക്കുടുവിന് അല്ല അവനെ പിന്നെ ഈ കറിക്ക് ഭയങ്കര എരിവല്ലായിരുന്നു ചേട്ടാ. ഇല്ല, എനിക്ക് എരിവ് തോന്നിയില്ല. എരിവ് ഉണ്ട്, നല്ല എരിവുണ്ട്. അപ്പൊ അവന് ഇച്ചിരി എരിവ് കുറച്ച് ഞാൻ ഇച്ചിരി ഇവിടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് അത് മാറ്റി വെക്കാൻ. നീ ആവശ്യമില്ലാതെ അവളുടെ അടുത്ത് പോയി സംസാരിക്കാനും പറയാൻ നിൽക്കണ്ട. അമ്മയും അമ്മാവനും വരുമ്പോൾ ഒരു തീരുമാനം ആയിക്കോളും.
മനസ്സിലായില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ആ, ഒന്നും പറയാതെ മതി. ഈ വെള്ളം എടുത്തിട്ടോളൂ, ഈ വെള്ളം. ദേ അവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കുടിക്ക്. ആ? എലിപ്പെണ്ണേ, കറി 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 താ. നീ എന്തിവിടെ? ഞാൻ ഇതിലെ ഓട് മാറാ ചോർച്ച ഈ വെയിലത്താ? മഴ 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 വരുമ്പോ മഴ വരാൻ 2 മാസം കഴിയും. അച്ചമ്മക്ക് പോണ്ടേ? ഞാൻ പോണു. അല്ല, നീ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് കേരളത്തിലല്ലേ പറഞ്ഞ് ശബ്ദം ചെയ്തിരിക്കുന്നത്? പിന്നെന്ത്? കേറിയിട്ടില്ല, പുറത്താണ്. ഓ, പുറത്താണ്. ആ. ഞാൻ എന്താ വന്ന ഇവിടെ വന്ന? ഞാൻ എന്നിട്ടാ പോയോ? പോയി. ഓ, എന്നോട് ചോദിച്ചിട്ടല്ലോ വന്നത്. ആ. എന്തുവാടാ ഈ കളിക്കുന്നത്? ഇത് ഈ വെറുതെ ഉറച്ചോണ്ടിരിക്കണ നേരത്തെ എന്തെങ്കിലും 2 വർഷം പഠിക്കാൻ പാടില്ല നിനക്ക്? പിന്നെ അവൻ ഇത്ര സമയം ഇരുന്ന് പഠിക്കുമല്ലായിരുന്നു. പിന്നെ ഭയങ്കര പഠിത്തമായിരുന്നു. എന്ത് തോന്നു? ഒരു മീറ്റിംഗ് ഉണ്ട്, പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. നീ ഇത് എങ്ങോട്ടേ നോക്കണത് തക്കടോ? നിനക്ക് അങ്ങനെ ഡാഡി ഇല്ല, ഒരു ഒന്നുമില്ല. ഡാഡി ആരുടെ ഡാഡിയാന്ന് മുഖം പോലും കാണുന്നില്ല. ഇതെന്തീ നോക്കിയിരിക്കണേന്ന് നീ? എന്തുവാണ് ചേച്ചി? എന്തെന്തുവാണ്? ചേച്ചി കൂടി അങ്ങനെ പലതും പോകും. ചേച്ചി ഉത്സവത്തിന് വരുന്നുണ്ടാ? ഉത്സവത്തിന് വരുന്നുണ്ടാന്ന്? ആ, വരാൻ പറ്റിയ ഭാഗത്തിന് ഇപ്പൊ ഞാൻ വല്ലതും പറയും കേട്ടോ. അങ്ങാടി തോറ്റുന്ന അമ്മയുടെ നെഞ്ചത്തോട്ട് വരുന്ന എന്തിനാ? എന്നിട്ട് പൊയ്ക്കണേ, എഴുന്നേറ്റ് പോടാ നീ. നീ അവിടെ ഇരുന്ന് കളിക്കണം. ഭ്രാന്ത്. അങ്ങോട്ട് പോയത് ആ ജ്യൂസ് ഇവിടെ 2 പേര് ഇരിക്കുന്നു. അമാരെ കാണാൻ തന്നെ. എന്തോ പാർട്ടിയുടെ എന്തോ മീറ്റിംഗിന് പോയത്. ഓ, പിന്നെ മീറ്റിംഗ്. ചേച്ചി താലം എടുക്കുന്നുണ്ടോ ഇപ്രാവശ്യം? താലല്ല, ഒരു തളിക എടുക്കുന്നുണ്ട് ഞാൻ. താലം തീർന്നില്ലേ? അത് തീരുമില്ല. ദൈവനോടും കൂടി പറഞ്ഞ് മനസ്സിലാക്കി. നീ ഒന്നും ചെയ്തില്ലടാ. നീ കണ്ടല്ലേടാ ഡാഡിയും അമ്മയും കൂടി വഴക്കുണ്ടായത്? കിണിക്കുന്നു. വേണ്ട. പിന്നെ ചേട്ടന്റെ വണ്ടി എവിടെ? അതിന് ടയർ എന്തായിപ്പോയി? എന്നെ വർക്ക്ഷോപ്പിൽ കയറ്റി വെച്ചു. അച്ചാ വാ, ചായിട്ട് വെച്ചിരിക്കുന്നു, കുടിച്ചിട്ട് പോ. എന്റെ മച്ചമ്പിയെ പണിക്ക് പുറത്താക്കിയ വീട്ടിൽ ഞാൻ വരാൻ പോവല്ലേ? എനിക്ക് ഉണ്ടാക്കി കൊടുത്ത എന്നെ വേണം പറയാൻ. പറഞ്ഞ് പൊക്കോ നീ. കനക, നീ അമ്മേനെ അമ്മാവനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ വെച്ച് പറഞ്ഞായിരുന്നോ? ഉത്സവത്തിനൊക്കെ പോയിരിക്കല്ലേ? പോയിട്ട് വരട്ടെ. എന്താ പറയാ? അത് മതി. ഞാനും അതാ മനസ്സിൽ കരുതിയത്. അതുകൊണ്ടാണ് ഞാനും വിളിച്ച് പറയാതിരുന്നത്. ഇവിടെ നേരിട്ട് വന്ന് പറഞ്ഞാലേ അവർക്കത് മനസ്സിലാവുള്ളൂ. എന്റെ പൊന്നേച്ചി, ചേച്ചി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ക്ഷമിക്കേ. ഇല്ല, ക്ഷമിക്കലും സഹിക്കലൊക്കെ തീർന്നു. ഞാനിങ്ങനെ ക്ഷമിച്ച് സഹിച്ചു വേണമെങ്കിൽ ഇത്രയും വഷളായി പോയത്. അതൊക്കെ നിന്നോട് പല പ്രാവശ്യം കയ്യിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഒറ്റ കാരണമാണ് അവൻ കൃത്യമായിട്ട് ജോലിക്ക് പോകാത്തത്, അല്ലെങ്കിൽ വേറെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത്. കാരണം നീ ആയിരുന്നു എല്ലാത്തിനും എനിക്ക് കൂട്ടും. അപ്പോൾ നമ്മൾ ഈ തുടക്കുന്ന സമയത്ത് പോലെ ഞാനിത് പറയുമായിരുന്നു എൻ്റെ അടുത്ത്, ഇപ്പം ഇങ്ങനെ ചെയ്യരുത്. ഞാനും അമ്മയും എല്ലാവരും മാറി മാറി പറയില്ലായിരുന്നു. എത്ര പ്രാവശ്യം നിൻ്റെ അടുത്ത് പറഞ്ഞത്? നീ അന്ന് ഞങ്ങൾ പറയാൻ എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? എന്നെങ്കിലും നീ ഞങ്ങൾ പറഞ്ഞ കേട്ടിട്ടുണ്ടോ? കുറച്ചുകൂടെ നോക്ക്. അതിനിപ്പോൾ
കൊച്ചിനെ കെട്ടിക്കാറായി. നീ നിനക്ക് നീ വേണ്ട കൊച്ചേ. കഴിക്കേ. കഴിക്കണേ കാര്യങ്ങൾ പറയട്ടെ. 2 കൊല്ലം കഴിയുമ്പോൾ അവളെ കല്യാണം ആവും. അതൊക്കെ ആലോചിക്കണം. അത് അടുത്ത് വളർന്നു വരുന്നു. എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ടേ. എവിടെയാണ് പ്രശ്നമില്ലാത്തത്? ഡാഡി ഡാഡി എന്ത് വഴി കിടന്നുറങ്ങും? അമ്മ ഇനി വാ, ഡാഡി ദാ വഴി കിടന്നുറങ്ങുന്നു. അമ്മ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തക്കടി ഇവിടെ വേണേ. അമ്മ ഇനി വാ. ഇവൻ എന്തോരെ കിട്ടിയാലും പഠിക്കൂലെങ്കിൽ നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞേക്കണേ? അയ്യോ ക്ലീറ്റോ, അയ്യോ ക്ലീറ്റോ, അയ്യോ എന്താ പറ്റി ക്ലീറ്റോ, 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 അയ്യോ കനക, കനക, അയ്യോ പിടിച്ചേ, അയ്യോ എന്റെ ഭർത്താവിനെ ക്ലീറ്റോ, ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ, ക്ലീറ്റോ എഴുന്നേൽക്ക്, അളിയാ എന്റെ ക്ലീറ്റോനെ തോറ്റിട്ട് ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ, അളിയാ ഡാഡി മക്കളത് മാറ്റി എടാ ആശുപത്രിയിലോട്ട് വിളിക്കണ കൊണ്ടോ. ക്ലീറ്റോ ഒന്ന് കണ്ണു തുറന്നേ. ക്ലീറ്റോ വരൂ വരൂ. ഒന്നുമില്ലടാ. ചേട്ടാ എന്നിട്ട് വേണ്ട, വേറെ വെള്ളം കൊടുക്കാം. ഞാന് അവിടെ താഴോട്ട് നടന്നു വന്നപ്പോ ഒരു തല ചുറ്റു പോലെ തോന്നി. എടാ നിനക്ക് വയ്യെങ്കിൽ നടന്നു വണ്ടി പിടിച്ച് വന്നപ്പോ അല്ലെ എന്നെ വിളിച്ചു നിനക്ക്? ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോ ഒരു കറക്കം. ഇവിടെ വന്നപ്പോ പിന്നെ ഒന്നും കണ്ടുകൂടാതെ ആയി. അങ്ങനെ എന്തോ സംഭവിച്ചു, എനിക്കൊന്നും ഓർമ്മയില്ല. ഒന്നുമില്ലടാ. ഇച്ചിരി വെള്ളം കുടിക്കുവാ. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. അയ്യോ ഞാനില്ല, എന്നൊന്ന് വിളിച്ചാ പോരെ, വാഴത്തേക്കിന് ഉപ്മാവ് ഉണ്ടാക്കി തരാം. വിശക്കണെങ്കിൽ പറഞ്ഞു വരുന്നതാ. ഇതാണ് ഞാൻ മാറിയ ഇതാ കുഴപ്പം. പൊന്നെ അയ്യോ അയ്യോ മച്ചപ്പിക്കല്ല പറ്റി എന്തുപറ്റി? തലറിങ്ങി വീണ് 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ തലകറങ്ങി വീണതാ. 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ലെന്ന് ആര് പറഞ്ഞു? ഇന്നലെ രാത്രി ഇത്ര ഒരു കുറ്റി പുട്ടും 2 ഏത്തപ്പഴം കഴിച്ചു. രാവിലെ ഞാൻ നാരായണന്റെ കടയിൽ പോയി ദോശ ഇടിയപ്പം എല്ലാം മേടിച്ചോണ്ട് കൊടുത്ത് 1 ഗ്ലാസ് പാല് കാച്ചി കൊടുത്ത് ഞാനല്ലേ വിട്ടത്. ഭക്ഷണം കഴിച്ചില്ലെന്ന്. അതൊക്കെ ഞാൻ എന്തോ വെറുതെ കൊത്തിപ്പറക്കി കഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. നീ ഉണ്ടാക്കി തരും പോലെ ആവുമോ? അത് നാഗത്തോട്ട് വാ കഴിക്കാം. അത്രയല്ലേ ഉള്ളു. നീ എവിടെ പോണു? അതോട് നീ പഠിക്ക് കയറില്ലെന്നല്ലേ പറഞ്ഞത്? അല്ലേ നീ പുറത്തില്ല.